ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെയും ബി.ജെ.പിയും വീഴ്ത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചണിനിരുന്ന മഹാസഖ്യം ഇന്ത്യ മുന്നണി. രൂപീകരണ വേളയിൽ വലിയ പ്രതീക്ഷകൾ നൽകിയ ഈ സഖ്യം ഇന്ന് വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. കോൺഗ്രസിനെ വിശ്വസിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ ചോദ്യം ഇപ്പോൾ ഉയർത്തുന്നത് ബി.ജെ.പി അല്ല, മറിച്ച് ഇന്ത്യ മുന്നണിയിലെ പ്രധാന പങ്കാളികളായ പ്രാദേശിക പാർട്ടികൾ തന്നെയാണ്. കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡ്, തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യത്തിലുണ്ടായ വിള്ളലുകൾ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ കടുത്ത നിലപാടുകൾ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ പ്രതികരണങ്ങൾ, ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്. പ്രതിപക്ഷ ഐക്യം വെറും ഒരു മരീചികയായി മാറിക്കൊണ്ടിരിക്കുകയാണോ? കോൺഗ്രസിന്റെ വലിയേട്ടൻ മനോഭാവവും അവസരവാദ രാഷ്ട്രീയവും പ്രാദേശിക പാർട്ടികളെ എങ്ങനെയാണ് അകറ്റുന്നത്? നമുക്കാദ്യം കേരളത്തിലേക്ക് വരാം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസും CPM-ഉം ഒരേ വേദി പങ്കിടുമ്പോഴും കേരളത്തിലെ ചിത്രം തികച്ചും വിപരീതമാണ്. CMRL കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലും MLA-യും മുൻ മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും ED വൻ റെയ്ഡ് നടത്തി. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, പിണറായി വിജയന് ഈ ആരോപണത്തിൽ നേരിട്ടൊരു പങ്ക് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. കേസിന് ആധാരമായ ഒരു തെളിവും വീട്ടിൽ നിന്നും കണ്ടെത്താനും EDക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എഴുതി നൽകുകയും ചെയ്തു. ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയ പകപോക്കലിനായി ഉപയോഗിക്കുന്നുവെന്ന് മുറവിളി കൂട്ടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ എടുത്ത നിലപാട് എന്താണ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ റെയ്ഡിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും മുൻ മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതി നടത്തിയത് കൊണ്ടാണ് ED വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നത്. ചിലയിടങ്ങളിൽ പിണറായി വിജയനെതിരെ പ്രതിഷേധ റാലിയും കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചപ്പോൾ എല്ലാവരെയും കളിയാക്കുന്ന ഒരു മുഖഭാവത്തോടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ കാറിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ റെയ്ഡ് അറിഞ്ഞിട്ടില്ലെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവിടെയാണ് CPM ചോദ്യം ഉന്നയിക്കുന്നത്. ഡൽഹിയിൽ ED റെയ്ഡ് നടത്തുമ്പോൾ അത് ജനാധിപത്യ ധ്വംസനവും കേരളത്തിൽ നടത്തുമ്പോൾ അത് നീതിപീഠത്തിന്റെ സുതാര്യതയുമാകുന്നത് എങ്ങനെയാണ്? ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് വരും കാലങ്ങളിൽ ഒരു സഖ്യകക്ഷിയായി വിശ്വസിക്കുക എന്നതാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ചോദിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ തൂണുകളിൽ ഒന്നായിരുന്നു തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് സഖ്യം. എന്നാൽ പിന്നീട് DMK മുന്നണിയിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു. DMK യുവജന വിഭാഗം പാസാക്കിയ പ്രമേയത്തിൽ കോൺഗ്രസിനെ കൂടെയിരുന്ന് പിന്നിൽ നിന്ന് കുത്തുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചത്. BJPയുടെ വളർച്ചയ്ക്ക് കാരണം കോൺഗ്രസിന്റെ നയങ്ങളാണെന്നും ഇനി ഒരു കാരണവശാലും കോൺഗ്രസിനെ വിശ്വസിക്കില്ലെന്നും ഉദയനിധി സ്റ്റാലിൻ തുറന്നടിച്ചു. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് DMK സഖ്യം വിട്ട് TVKയിലേക്ക് ചേക്കേറിയതും DMKയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തുടക്കം മുതലേ നൂൽപാലത്തിലായിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് തകർത്താണ് AAP അധികാരത്തിൽ വന്നത്. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണി ഒന്നിച്ച് റാലി നടത്തിയെങ്കിലും ഉള്ളിൽ പുകയുന്ന അമർഷം ചെറുതല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ കേജ്രിവാളിനെതിരെ നിരന്തരം FIR ഇടണമെന്നും കടുത്ത നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നത് AAPയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കണമെന്ന് ആം ആദ്മി ഔദ്യോഗികമായി മറ്റ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുന്ന സാഹചര്യം വരെയുണ്ടായി. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും BJPയെ സഹായിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമാണ് കേജ്രിവാളിന്റെ പാർട്ടി ഉന്നയിക്കുന്ന ആക്ഷേപം. ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കഴിഞ്ഞ തവണ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് അവിടെ CPM-ഉമായി സഖ്യമുണ്ടാക്കി തൃണമൂലിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് മമതാ ബാനർജിയെ ചൊടിപ്പിച്ചിരുന്നു. തൃണമൂലിന്റെ കരുത്തുറ്റ വനിതാ നേതാവ് മഹുവ മൊയ്ത്ര കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം പോരാടുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട പിന്തുണ ലഭിച്ചില്ല എന്ന പരാതിയും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇന്ത്യ മുന്നണി എന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു ഐക്യമല്ല, മറിച്ച് BJP എന്ന പാർട്ടിയെ എതിർക്കാൻ വേണ്ടി മാത്രമുണ്ടായ ഒരു താൽക്കാലിക കൂട്ടായ്മയാണ്. കാരണം കേരളത്തിൽ പിണറായി വിജയനെ വേട്ടയാടുന്ന EDയെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിനും ഉദയനിധിയും കോൺഗ്രസിനെ വഞ്ചകർ എന്ന് വിളിക്കുന്നു. ഡൽഹിയിൽ കേജ്രിവാൾ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. അതുപോലെ ബംഗാളിൽ
മമതയും മഹുവ മൊയ്ത്രയും കോൺഗ്രസിന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത്രയധികം ആഭ്യന്തര കലഹങ്ങളും അവിശ്വാസ്യതയും വെച്ചു പുലർത്തുന്ന ഒരു സഖ്യത്തിന് എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു ഭരണം വാഗ്ദാനം ചെയ്യാൻ കഴിയുക? കോൺഗ്രസ് തങ്ങളുടെ പഴയകാല പ്രതാപം മറന്ന് പ്രാദേശിക പാർട്ടികൾക്ക് അർഹമായ പരിഗണന നൽകിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ തകർച്ച പൂർണ്ണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.